നമസ്കാരം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി സർക്കാർ ഒരുക്കിയ ടൗൺഷിപ്പ് സന്ദർശിക്കാനെത്തിയ മെഗാസ്റ്റാർ മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾക്ക് വിരാമമിട്ട് CPM വയനാട് ജില്ലാ സെക്രട്ടറി കെ റഫീഖ്. മമ്മൂട്ടി തന്നെ അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും വ്യക്തിപരമായി അദ്ദേഹം പങ്കുവച്ച ഒരു ആശങ്കയെ ചില കേന്ദ്രങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് ഉണ്ടായതെന്നും ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അദ്ദേഹം വ്യക്തമാക്കി. ടൗൺഷിപ്പ് സന്ദർശന വേളയിൽ മമ്മൂട്ടിക്ക് ചുറ്റുമുണ്ടായ തിരക്ക് നിയന്ത്രിക്കാൻ ശ്രമിച്ച റഫീഖിനോട് മമ്മൂട്ടി മാറി നിൽക്കാൻ പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു. മമ്മൂട്ടി ജനപ്രതിനിധികളെയും രാഷ്ട്രീയ നേതാക്കളെയും അപമാനിച്ചുവെന്ന രീതിയിൽ സൈബർ ഇടങ്ങളിൽ വിമർശനമുയർന്നതോടെയാണ് വിഷയത്തിൽ വ്യക്തതയുമായി റഫീഖ് തന്നെ രംഗത്തെത്തിയത്. വിവാദങ്ങൾക്ക് പിന്നാലെ മമ്മൂട്ടി തന്നെ നേരിൽ വിളിച്ചതായും കാര്യങ്ങൾ സംസാരിച്ചതായും റഫീഖ് അറിയിച്ചു. മാറി നിൽക്കാൻ പരാമർശം മോശമാക്കാൻ പറഞ്ഞതല്ലെന്നും തെറ്റായ ഉദ്ദേശത്തിലല്ല പറഞ്ഞതെന്നും മമ്മൂട്ടി റഫീഖിനോട് പറഞ്ഞു. വ്യക്തിപരമായ ഈ സംഭാഷണത്തെ അപമാനമായി ചിത്രീകരിച്ച് വഷളാക്കിയത് ചില മാധ്യമങ്ങളും വലതുപക്ഷ സൈബർ കേന്ദ്രങ്ങളുമാണെന്നും ജില്ലാ സെക്രട്ടറി കുറ്റപ്പെടുത്തി. മമ്മൂട്ടിയുടെ പെരുമാറ്റത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സോഷ്യൽ മീഡിയയിൽ ചേരിതിരിവ് ദൃശ്യമായിരുന്നു. അതേസമയം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: മലയാളത്തിൻ്റെ മഹാനടൻ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി ഒരുക്കിയ ടൗൺഷിപ്പിൽ എത്തിയത് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ്. അദ്ദേഹം അവിടെ എത്തുമ്പോൾ മറ്റൊരു പരിപാടിയുമായി ബന്ധപ്പെട്ട് സ്ഥലത്തുണ്ടായിരുന്ന പൊതുപ്രവർത്തകൻ എന്ന നിലയിലാണ് തിരക്കും ബഹളവും പ്രിയപ്പെട്ട മമ്മൂട്ടിക്ക് അലോസരമാകരുതെന്ന നിലയിൽ ജാഗ്രതയോടെ ആ സമയം അവിടെ ഇടപെട്ടത്. ഇത്തരം ഇടപെടലുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം എന്ന കൺസേണാണ് മമ്മൂട്ടി എന്നോട് പങ്കുവച്ചത്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ടൗൺഷിപ്പിൽ വരുന്നവരെ നമ്മൾ അവിടെ ഉണ്ടെങ്കിൽ സ്വീകരിക്കുന്നത് എപ്പോഴും നമ്മുടെ എല്ലാം രീതിയാണ്. എന്നാൽ അത് മറ്റൊരു നിലയിൽ വായിക്കപ്പെട്ടേക്കാം എന്നതാണ് അദ്ദേഹം സൂചിപ്പിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് ശ്രീ മമ്മൂട്ടി എന്നെ നേരിൽ വിളിക്കുകയും ഈ കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ടൗൺഷിപ്പ് സന്ദർശനത്തിനിടെ ശ്രീ മമ്മൂട്ടി എന്നോട് വളരെ വ്യക്തിപരമായി പറഞ്ഞ ഒരു കൺസേൺ വ്യക്തിപരമായി അപമാനിക്കുന്ന നിലയിൽ എനിക്കെതിരായി ചില മാധ്യമങ്ങളും വലത് സൈബർ കേന്ദ്രങ്ങളും പ്രചരിപ്പിച്ചതാണ് വിഷയം ഈ നിലയിൽ വഷളാക്കിയതെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വിഷയത്തിൽ വൈകാരികമായി മുറിപ്പെട്ട് പ്രതികരിച്ചവരുടെയെല്ലാം ഉദ്ദേശശുദ്ധിയെ മാനിക്കുന്നു. എന്നാൽ ഒരു സർക്കാരിൻ്റെ ഇച്ഛാശക്തിയിലും മാനവികതയിലും സഹജീവി സ്നേഹത്തിലും പടുത്തുയർത്ത ലോകത്തിന് മുഴുവൻ മാതൃകയാക്കാവുന്ന ഒരു ഇടപെടലിൻ്റെ തിളക്കം കുറയ്ക്കുന്ന നിലയിൽ ഈ വിവാദങ്ങൾ വളരരുത് എന്നാണ് എല്ലാവരോടും സ്നേഹത്തോടെ അഭ്യർത്ഥിക്കാനുള്ളത്. മലയാളികളുടെ പ്രിയപ്പെട്ട നടനായി എല്ലാ കാലവും നമ്മളെല്ലാം ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ശ്രീ മമ്മൂട്ടി നമ്മുടെ ടൗൺഷിപ്പിലെത്തിയത് വളരെ പോസിറ്റീവായി മാത്രം ചർച്ച ചെയ്യപ്പെടട്ടെ. എല്ലാവരും വിവാദങ്ങൾ ഇവിടെ അവസാനിപ്പിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. മമ്മൂട്ടി മഹാനായ മലയാളിയാണ്. അദ്ദേഹം മനഃപൂർവ്വം എന്നെ അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്ന് നേരിൽ തന്നെ എന്നോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ വലുപ്പത്തിൽ എല്ലാവരും ഈ വിഷയം കാണണമെന്നും ഇതുമായി ബന്ധപ്പെട്ട നടക്കുന്ന എല്ലാ വാദപ്രതിവാദങ്ങളും അവസാനിപ്പിക്കണമെന്നുമാണ് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളത്. ദുരന്തം ജീവിതം താറുമാറാക്കിയ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പുഞ്ചിരിയാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് തിരിച്ചറിഞ്ഞാൽ പരിഭവങ്ങളും തർക്കങ്ങളും മാറ്റിവെച്ച് നമുക്ക് ചേർന്ന് നിൽക്കാൻ എന്താണ് തടസ്സമെന്നുമാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ പറയുന്നത്. അതേസമയം നിരവധി പേർ മമ്മൂട്ടിയെ പിന്തുണച്ചുകൊണ്ടും എതിർത്തുകൊണ്ടും രംഗത്ത് വന്നിരുന്നു. പിന്തുണച്ചുകൊണ്ടായിരുന്നു തിരക്കഥാകൃത്ത് നിഷാദ് കോയ രംഗത്ത് വന്നത്. ദുരന്ത സമയത്ത് മനുഷ്യർക്ക് വേണ്ടി സ്വയം സമർപ്പിച്ചവരിൽ സഖാക്കൾ മാത്രമായിരുന്നില്ലെന്നും കോൺഗ്രസ്സുകാരും സംഘികളുമടക്കം മതമുള്ളവരും ഇല്ലാത്തവരും മനുഷ്യർക്ക് വേണ്ടി നടത്തിയ പോരാട്ടമായിരുന്നു അതെന്നും സഖാവ് റഫീഖ് ടൗൺഷിപ്പിൻ്റെ ആത്മാവും മമ്മൂട്ടി കാഴ്ചക്കാരനും എന്ന നറേറ്റീവൊക്കെ കയ്യിൽ വെച്ചാൽ മതിയെന്നും ടൗൺഷിപ്പ് എല്ലാ ഫ്രെയിമിലും കയറി നിൽക്കുന്ന ചില കതർ ധരിച്ച യൂത്തന്മാരുടെ ലെവലിലേക്ക് സഖാവ് റഫീഖ് താഴരുത് എന്നുമായിരുന്നു നിഷാദ് കോയയുടെ വിമർശനം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ചെറുതും വലുതുമായ തുക നൽകിയതും മമ്മൂട്ടി കൂടി അടങ്ങുന്ന മലയാളികൾ തന്നെയാണ്. സഖാവ് റഫീഖ് ടൗൺഷിപ്പിൻ്റെ ആത്മാവും മമ്മൂട്ടി കാഴ്ചക്കാരനും എന്ന നറേറ്റീവ് കയ്യിൽ വെച്ചാൽ മതിയെന്നും നിഷാദ് വിമർശിക്കുന്നു.